ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കല്ലിലെ കൃഷി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഞാൻ ആദ്യം വെച്ച വാഴകളൊക്കെ ഇപ്പോൾ കുലച്ചിട്ട് ഇപ്പോൾ രണ്ട് റോബസ്റ്റിൻ്റെ കൊലി വെട്ടി എടുത്തു. പിന്നെ ഒരു നേന്ത്രക്കൊലി വെട്ടിയെടുത്തു. ഇനി ഒന്ന് വെട്ടാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തൈകൾ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് അന്ന് നമ്മൾ JCB കൊണ്ടൊന്ന് ഇളക്കി. പക്ഷേ JCB കൊണ്ട് ഇളക്കുമ്പോൾ കല്ല് നിറയെ കൊണ്ട് ആ പറമ്പിൽ തന്നെ ഇടാൻ പറ്റാത്ത അത്രയും കല്ലുകളായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ നിന്ന് കുറച്ചൊക്കെ മാറ്റി. ബാക്കിയൊക്കെ ഇനി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ JCB കൊണ്ടൊക്കെ ഇളക്കുകയാണെങ്കിൽ കല്ലുകളൊക്കെ മാറ്റിയിടാനും പ്രയാസമാവും. അപ്പോൾ പിന്നെ നമ്മൾ തുമ്പ് വെച്ചിട്ട് തന്നെ മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച്. കുറേ തൈകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കൊലകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ കൊലകളെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള കൊലകൾ തന്നെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ നട്ട് വെച്ചിട്ട് ഇത്തിരി കരിയിലകൾ, പിന്നെ പച്ചിലവളം, പിന്നെ ചാണകപ്പൊടിയാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ കരിയില ഉണങ്ങിയ കരിയിലകളൊക്കെ കൊടുന്നിടാറുണ്ട്. കാരണം നല്ല ചൂട് കാരണം പിന്നെ അവിടെ നട്ട് വയ്ക്കുന്ന പിന്നെ മുളക് തൈയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാറ്റിനും വേഗം വാട്ടം നനച്ചാൽ തന്നെ രാവിലെ നനച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും വാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കരിയിലിട്ടിട്ടാണ് ചൂടകറ്റാൻ വേണ്ടിയിട്ട് കരിയില ഇടാറാണ് പതിവ്. അങ്ങനെ ഒരു കല്ല് കിട്ടണമെങ്കിൽ നല്ല പ്രയാസമാണ്. നമ്മൾ കക്കോട്ട് കൊണ്ട് കിളയ്ക്കാനേ പറ്റില്ല. അതിൽ പിന്നെ നമ്മൾ പിക്കാസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഓരോ കല്ലിനെ മാറ്റിയിട്ട് വേണം നമുക്ക് നട്ട് വയ്ക്കാൻ. പിന്നെ ചെറിയ കുഴികൾ എടുത്തിട്ടാണ് വാഴ വയ്ക്കുന്നത്. വലിയ കുഴികളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ കുഴികൾ എടുത്തിട്ട് പിന്നെ നമുക്ക് പിന്നെ 4 ഭാഗത്തൊക്കെ മണ്ണിട്ടിട്ട് ഉറപ്പിച്ച് കൊടുക്കുക. അല്ലാതെ ഇനി വലിയ കുഴികളാക്കും തോറും കല്ലുകൾ പിന്നെയും മാറ്റി എടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ എടുക്കാൻ നമുക്ക് സാധിക്കില്ല. അത്രത്തോളം വലിയ കല്ലുകളുമാണ്. അപ്പോൾ ഇതിനൊരു മാർഗ്ഗമുള്ളത് ഇതിൽ കുറച്ചും കൂടെ കല്ല് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൂടുതൽ മണ്ണടിച്ചിട്ട് ലെവൽ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അല്ലാതെ ഇതിലെല്ലാ കല്ലും മാറ്റുന്നത് കുറച്ച് പ്രയാസം തന്നെയാണ്. നമ്മൾ വീടിനോട് ചേർന്നുള്ള സ്ഥലം കൊണ്ടാണ് നമ്മൾ അങ്ങനെ വാങ്ങിച്ചത്. ആ വീട് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സ്ഥലം എന്തെങ്കിലും കൃഷി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് കല്ലുകളുണ്ടെന്ന് അറിയായിരുന്നു. പക്ഷേ ഇത്ര നിറയെ കല്ലുകളുണ്ടെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അങ്ങനെ ഓരോ കല്ല് മാറ്റിയിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് ഓരോ വാഴയും വെക്കുന്നത്. പിന്നെ വാഴ കല്ലിലാണെങ്കിലും വളർച്ചയ്ക്കൊന്നും ഒരു കുറവുമില്ല. അത് കാരണം നമുക്ക് വാഴ വെക്കാനും ഒന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ മുളകൊക്കെ വെച്ചിട്ട് കൃഷി ചെയ്തിട്ട് മുളകൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പയർ അങ്ങനെയുള്ള കൃഷികളൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. കാരണം നല്ല വെയിലാണല്ലോ അവിടെ. നല്ല വെയിലും വെള്ളം വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ കൃഷിക്ക് കുഴപ്പമില്ല. അതൊരു മണ്ണ് തന്നെയാണത്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെടണമെന്ന് മാത്രം. പക്ഷേ അതിൻ്റെ ഫലം കിട്ടുമ്പോൾ നമുക്ക് കഷ്ടപ്പെടാനും ബുദ്ധിമുട്ട് തോന്നാറില്ല. പിന്നെ എന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യാറ്. ഇപ്രാവശ്യം സഹായത്തിന് അവരും കൂടി. കാരണം ചെറിയ കല്ലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് സാധിക്കില്ല. അത്ര നിറയെ കല്ലുകളും വലിയ കല്ലുകളല്ലേ. അപ്പോൾ പിന്നെ ഓരോ വാഴകളായി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒന്നിച്ച് മാറ്റി വയ്ക്കാനും നടക്കില്ല. അത്രയും പ്രയാസപ്പെട്ടിട്ട് വേണം ഓരോ വാഴകൾ മാറ്റി വയ്ക്കാൻ. കൂടുതൽ ഞാൻ ചീരയൊക്കെയാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാഴ തൈകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മാറ്റി വെക്കണമല്ലോ. അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റുള്ള വാഴകൾ നേരെ വന്നും ബുദ്ധിമുട്ടല്ലേ. കരിയിലകൾ പിന്നെ നിറയെ കിട്ടാനുണ്ട്. ഈ സമയത്താവുമ്പോൾ നിറയെ ഇല കൊഴിയും. അടുത്ത പറമ്പിലൊക്കെ നിറയെ മരങ്ങളുള്ള കാരണം ഒക്കെ നമ്മുടെ മുറ്റത്തേക്കൊക്കെ വീഴും. അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കിയെടുത്തിട്ട് ചാക്കിലാക്കി വെക്കുകയാണ് ചെയ്യാറ്. ഇത് മുമ്പത്തെ കൃഷി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ. ഇപ്പോഴൊക്കെ വാഴ കുലച്ചു. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നു. നട്ട് വെച്ചിട്ട് ഒരു 2-3 മാസമൊക്കെ ആയപ്പോഴാണ് എടുത്ത വീഡിയോ ആണിത്. ഇപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 8 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ 8 മാസത്തിലധികമായി ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇപ്പോൾ കൊലകളൊക്കെ വെട്ടിയെടുത്ത് തുടങ്ങി. ഇനി ഇപ്പോൾ റോബസ്റ്റിൻ്റെ ഒരു കൊല ഇങ്ങനെ കുലച്ച് വന്നിട്ടുണ്ട്. പിന്നെ നേന്ത്രവാഴ ഒന്നും വെട്ടിയെടുക്കാറായിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ ഇപ്പോഴത്തെ കൊലയാണ് ഈ കാണിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരുവിധമൊക്കെ നമ്മൾ ഒരുവിധം വാഴ തന്നെ വെച്ചിട്ട് പകുതി ഭാഗം തന്നെ ഉപയോഗിക്കണുള്ളൂ. പകുതി ഭാഗം അങ്ങനെ ഇട്ടിരിക്കുകയാണ്. പകുതി ഭാഗത്തൊക്കെ അങ്ങനെ വാഴ വെച്ചിട്ട് ശരിയാക്കി എടുക്കാൻ തന്നെ വിചാരിക്കുന്നത്. അങ്ങനെ കുഴപ്പമില്ലാതെ തൈകൾ 2-3 ഓരോ വാഴയ്ക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഒരെണ്ണം അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ പിരിഞ്ഞ് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓരോ പച്ചക്കറികളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നാരകം അങ്ങനെയുള്ളതൊക്കെ അങ്ങനെയുള്ള മരങ്ങളും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൊല ഉണ്ടായതാണ്. അത് വെട്ടിയെടുക്കുന്നത് ഞാൻ എടുത്തില്ല വീഡിയോ. അതാണ്. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.